ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് നോക്കിയാലോ. നയൻതാരയുടെ ആണ്. അതേപോലത്തെ സാരി എൻ്റെ ഇരുന്നു. അതാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ആദ്യം ഞാൻ നിവ്യയുടെ മോയ്സ്ചറൈസ് ക്രീം അപ്ലൈ ചെയ്തു. നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ ആരും മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഇസഡെമ്മിൻ്റെ ഹൈഡ്ര മാറ്റ് ഫൗണ്ടേഷനും കൂടെ ഞാൻ ഒന്ന് അപ്ലൈ ചെയ്തു. അത് നല്ല ലോങ് ലാസ്റ്റിക് ആണ് ഗൈസ്. അപ്പോൾ അത് ഞാനൊന്ന് അപ്ലൈ ചെയ്തു, കഴുത്തിൽ അപ്ലൈ ചെയ്തു, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ തന്നെ ഫേസിലൊരു ഗ്ലോ കണ്ടില്ലേ. ഇതിന് ശേഷം നമ്മൾ കോമ്പാക്ട് പൗഡർ ഒന്നും യൂസ് ചെയ്യേണ്ട. ഇത് നല്ല മാറ്റ് ഫിനിഷ് തരുന്ന ഫൗണ്ടേഷനാണ്. അതിനുശേഷം എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മേക്കപ്പ് ബോക്സ് കണ്ടു ഗൈസ്. അതിൽ നിന്ന് നമ്മൾ ഐ ഷാഡോയ്ക്ക് വേണ്ട, പക്ഷെ അതിൽ സ്മോക്കി ഐസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത് നയൻതാര മാം. എനിക്ക് സ്മോക്കി ഐസ് സത്യത്തിൽ ചേരത്തില്ല ഗൈസ്, അതുകൊണ്ട് നമ്മുടെ ഒരു പിങ്ക് ഐ ഷാഡോ വെച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിനുശേഷം ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിൽ ബ്രൗൺ ആണ് ഞാൻ എടുക്കുന്ന ഷെയ്ഡ്, അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഐബ്രോ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് കണ്ണെഴുതണം. കണ്ണാണ് മെയിൻ ഇതിലെ ഹൈലൈറ്റ്. കണ്ണെഴുതാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ സംതിങ് ആണ് ഗൈസ്. എനിക്ക് കറക്റ്റായിട്ട് ബ്രാൻഡിൻ്റെ പേര് അറിയത്തില്ല. അത് ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ണെഴുതി കൊടുത്തു. ഇത് എപ്പോഴും ഞാൻ എഴുതും കേട്ടോ. ഇങ്ങനെ കണ്ണെഴുതുമ്പോൾ എനിക്കൊരു നാച്ചുറൽ ലുക്ക് എനിക്ക് തന്നെത്താനേ തോന്നിയിട്ടുണ്ട് ഗൈസ്. എപ്പോഴും ഞാൻ ഇത് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇത് എഴുതുമ്പോൾ സത്യസന്ധമായിട്ട് ഞാൻ പറയുവാണ്, ജസ്റ്റ് ഒന്ന് കണ്ണ് നിറയും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല ഐലൈനർ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് കണ്ണ് നിറയും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മേളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതാണ് മെയിൻ പാർട്ട്. അത് ജസ്റ്റ് ഒന്ന് ഡാർക്കായിട്ടൊന്ന് കൊടുക്കാൻ. എനിക്ക് ഡാർക്കായിട്ട് സത്യം പറഞ്ഞാൽ സ്മോക്കി ഐസ് ചേരത്തില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് ചെയ്തു. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്കാണ്. ഇതെല്ലാ പേരും ചോദിക്കുന്നുണ്ട് കേട്ടോ ഏത് ഷെയ്ഡാണെന്ന്. ഗൈസ് ഷെയ്ഡ് വരുന്നത് അപ്സൈഡ് ബ്രൗൺ ആണ്. അപ്പോൾ ഞാൻ ഒരുവിധം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ മെയിൻ പാർട്ടാണ് പൊട്ട് ഗൈസ്. അതിൽ പിക്ക് കാണിച്ചിരിക്കുന്ന റെഡാണ്, പക്ഷെ ഞാൻ റെഡ് വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ബ്ലാക്ക് ഇട്ട് കേട്ടോ. എന്നിട്ട് മാല, ആ ഫോട്ടോയിൽ കാണുന്ന എക്സാക്ട് മാല എനിക്ക് കിട്ടിയില്ല. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. പിന്നെ മുടി ഞാനൊന്ന് കറക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഔട്ട്ലുക്ക് ഒന്ന് കണ്ടാലോ. ഇതാണ് ഗൈസ് ലാസ്റ്റ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. സാരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. മേക്കപ്പ് എനിക്ക് ഉറപ്പില്ല, നിങ്ങൾ പറയൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതുപോലത്തെ വീഡിയോ ഇനി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്. ബൈ.